2 ദിവസമായിട്ട് പോലീസ് വിളിയാണ്. ആ വക്കീൽ പറഞ്ഞ സംസ്ഥാനം മാറിയേക്കാൻ കുഴപ്പമില്ല, ഒന്ന് മസനഗുഡി പോയി കറങ്ങിയിട്ട് വരാം. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. തൂക്കിയല്ലോ നാദാ. ഒരു റിംഗ് പോലും കിട്ടുന്ന സാഹചര്യമില്ല. ഫോണിലേക്ക് ഒരു കോളും കണക്ട് ആകുന്നതുമില്ല. നാട്ടിൽ അന്വേഷിച്ചപ്പോ അവിടെ ആർക്കും അറിയില്ല. അവൻ പണ്ട് തൊട്ടേ അങ്ങനെയാ, മനസ്സ് വിഷമിച്ച അപ്പ സ്ഥലം വിട്ടുകളെ. സിദ്ദിഖിനെ ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസവും ഒക്കെ പടമുകളുള്ള ഈ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. ഇപ്പൊ ശ്രീനിയുടെ പുറത്ത് കേസാ, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുക. ആലുവ കുട്ടമശ്ശേരിയിലെ മറ്റൊരു വീട്ടിൽ സിദ്ദിഖ് ഉണ്ടോ എന്നതും സംശയകരമാണ്. എല്ലാം കൈവിട്ടു പോവല്ലേ, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. രൂപയല്ല എനിക്കിപ്പോ ആവശ്യം, ഒളിച്ചിരിക്കാൻ ഇടവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. സിദ്ദിഖ് താമസിക്കുന്ന ഹോട്ടലിനടുത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. പോലീസുകാരോ അവര് വന്നല്ലേ? അവരെന്താ എത്രയും വൈകുന്നെന്ന് ആലോചിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകി. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോലീസ് കുറുപ്പിന്റെ പിന്നാലെയല്ല, കുറുപ്പ് പോലീസിന്റെ പിന്നാലെയാണ്. ഇപ്പോൾ നടൻ മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു. പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടി. അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ വിട്ടിരിക്കുന്നു. നേരത്തെയും ജാമ്യ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട്, വിവിധ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ജാമ്യത്തിൽ വിട്ടത്. ആർക്കൊന്ന് ആറ് തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിക്കണ്ടേ? മാവ് മാറിയണ്ടില്ലേ? ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? നീ തപ്പാ തലം ബാക്കിയൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷൻ തപ്പിയാ? ഇല്ലല്ല, ഞങ്ങൾ അവിടെയിരുന്നു. നീ എങ്ങനെ അറിയാനാണ്? നീ വിദഗ്ധമായിട്ട് മുങ്ങിയില്ലേ? നേരത്തെ ജാമ്യം കിട്ടിയതാണ്, അതുകൊണ്ട് അറസ്റ്റ് ഒരു സാങ്കേതികമാണ്. മുകേഷിന് ജയിലിലേക്ക് പോകേണ്ടി വരില്ല. ഇനി സമയമുണ്ടല്ലോ. നിനക്കും പേടിയായോ? പേടിയാ? പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. സിദ്ദിഖുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പ്രതി ഒളിവിൽ എന്ന നിലയിലേക്ക് പോലീസും ഒരു നിഗമനത്തിലെത്തുന്നു. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണേലും ശരി, ഖദറാണേലും ശരി. കേസിലെ ഓരോ കുറ്റകൃത്യങ്ങളും തെളിവുകളും രേഖകളും ഒക്കെ പരിശോധിച്ച ശേഷമാണ് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്നത് കോടതി വ്യക്തമാക്കിയത്. എല്ലാമേ ഓക്കെ ആണ് സാർ. ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിന് അയക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട്. ഹാപ്പിയാണോ? ഹാപ്പിയാ. അത് തന്നെയാ വേണ്ടേ.